നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 50 വർഷക്കാലത്ത് പ്രത്യക്ഷപ്പെടുന്ന അല്ലെങ്കിൽ അരനൂറ്റാണ്ടിനിടക്ക് ഫുട്ബോൾ ലോകത്ത് പ്രത്യക്ഷപ്പെടുന്ന ഒരു നക്ഷത്രമാണ് നെയ്മർ ജൂനിയർ. അദ്ദേഹം കളിക്കളത്തിലുണ്ടാകുമ്പോൾ ബ്രസീലിന് തീർച്ചയായിട്ടും ഒരു വേൾഡ് കപ്പ് സാധ്യത അവിടെ അവശേഷിക്കുന്നുണ്ട്. ഇത് പറയുന്നത് ബ്രസീലിലെ ഫേമസ് ആയിട്ടുള്ള വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു കമൻറ്റേറ്ററാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നമ്മൾ പോവുകയാണ്. എറിക് ഫാരിയ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ. അദ്ദേഹം ഒരു പോഡ്കാസ്റ്റിലാണ് ഇത് പറയുന്നത്. അദ്ദേഹം പറയുന്നു, നെയ്മർ തീർച്ചയായിട്ടും 50 വർഷക്കാലത്തിനിടക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രതിഭാസമാണ്. നെയ്മർ ഒരു മോൺസ്റ്ററാണ്. തീർച്ചയായിട്ടും അദ്ദേഹം അടിക്കുന്ന ഗോളുകൾ നോക്കുക. അപ്പോൾ ക്രൊയേഷ്യക്കെതിരെ അദ്ദേഹം അടിച്ചിട്ടുള്ള ഗോൾ അതൊരു ജീനിയസ് ഗോളായിരുന്നു. എന്താണ് അദ്ദേഹം ബാഴ്സലോണയിൽ ചെയ്തത്? അവിടുത്തെ പ്രകടനം ഒന്ന് നോക്കുക. PSG പോലുള്ളൊരു ടീമിനെ അദ്ദേഹം UCL ഫൈനലിലേക്ക് കൊണ്ടുപോയില്ലേ? അദ്ദേഹത്തിൻ്റെ പ്രതിഭയുടെ കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും വേണ്ട. അദ്ദേഹം ജഡ്ജ് ചെയ്യപ്പെടുന്ന ഒരു പ്ലെയർ എന്ന നിലയിലോ അത്ലറ്റ് എന്ന നിലയിലോ അല്ല, ബട്ട് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി വെച്ചാണ് അദ്ദേഹം പലപ്പോഴും ജഡ്ജ് ചെയ്യപ്പെടുന്നത്. നെയ്മർ ഫുട്ബോളിൽ തുടരുന്നിടത്തോളം കാലം ഐ തിങ്ക് ബ്രസീൽ ഹാസ് എ ചാൻസ് ഓഫ് വിന്നിങ് എ വേൾഡ് കപ്പ് എന്നാണ് ഇപ്പോൾ എറിക് ഫാരിയ പറയുന്നത്. എന്തായാലും നെയ്മർ ജൂനിയർ പരിക്കേറ്റ് പുറത്താണ്. അദ്ദേഹം അടുത്ത കോപ്പ അമേരിക്ക കളിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് തന്നെയാണ് പുറത്തേക്ക് വന്നിട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. എന്തായാലും അടുത്ത വേൾഡ് കപ്പ് ആരാധകർ സ്വപ്നം കാണുന്നുണ്ട്. നെയ്മർ അപ്പോഴും കളി തുടരുന്നുണ്ടെങ്കിൽ ബ്രസീലിന് വേൾഡ് കപ്പ് സാധ്യത അവശേഷിക്കുന്നു എന്ന് കമന്റേറ്റർ പറയുന്നു. ഒരു അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.